മുണ്ടക്കൈ ദുരന്തബാധിതർക്കായി കോൺഗ്രസ് ഏറ്റെടുത്ത ഭൂമിയിൽ ഇതുവരെ പൂർത്തിയാക്കിയത് കിണറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രം. ദുരന്തബാധിതർക്കായി 100 വീടുകൾ നിർമ്മിക്കും എന്നതായിരുന്നു കോൺഗ്രസിന്റെ പ്രഖ്യാപനം. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ വീടുകളുടെ നിർമ്മാണം ആരംഭിക്കുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദീഖ്. വീടിന്റെ പാർഷ്യൽ ലേഔട്ട് കൊടുത്ത് അതിന്റെ കറക്ഷൻ നോട്ടീസ് വന്ന് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന നടപടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി. കുറച്ച് ദിവസങ്ങൾക്കകം, ചുരുങ്ങിയ ദിവസങ്ങൾക്കകം അതിന്റെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വർക്ക് ആരംഭിക്കും. അതിന്റെ എല്ലാ നടപടികളും ആയി കഴിഞ്ഞു. വയനാട്ടിൽ നിന്ന് ഫൈസൽ നെടുമ്പാല തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ദുരന്തബാധിതർക്കായി കോൺഗ്രസ് 100 വീടുകളാണ് പ്രഖ്യാപിച്ചത്. അതിനുവേണ്ടി കുന്നംപറ്റയിൽ സ്ഥലവും ഏറ്റെടുത്തിരുന്നു. കുറേ നാളുകളായി അതിന്റെ വിവാദങ്ങളൊക്കെ തന്നെ നിലനിൽക്കുകയാണ്. കോൺഗ്രസ് ഇപ്പോൾ അധികാരത്തിൽ ഉൾപ്പെടെ വന്നതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളുടെ നിർമ്മാണം ഏതുവരെ എത്തിയെന്നുള്ള ഒരു വിലയിരുത്തലാണ് നമ്മൾ നടത്തുന്നത്. കോൺഗ്രസ് ഏറ്റെടുത്ത ഭൂമിയിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ നേരത്തെ കോൺഗ്രസ് പറഞ്ഞത് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ 2 കിണറുകളാണ് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. ബാക്കി ഇനി അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അതിവേഗം തുടരുമെന്നുള്ളത് തന്നെയായിരുന്നു നേരത്തെ തന്നെ പ്രഖ്യാപിച്ചത്. തറക്കല്ലിടൽ കഴിഞ്ഞ് 6 മാസത്തിനകം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും എന്നതായിരുന്നു കോൺഗ്രസ് നേരത്തെ പ്രഖ്യാപിച്ചത്. 3 മാസം പിന്നിടുകയാണ് തറക്കല്ലിടൽ. ഫെബ്രുവരി മാസം 26-ാം തീയതിയായിരുന്നു കോൺഗ്രസിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോൾ 3 മാസം പിന്നിടാറാകുമ്പോൾ വീട് പണി എന്തായി എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഇനി ഏതെല്ലാം തരത്തിൽ ഈ വീട് പണി പുരോഗമിക്കും എന്നുള്ള കാര്യമൊക്കെ തന്നെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. മന്ത്രിമാർ തന്നെ അത് UDF സർക്കാർ തന്നെ അത് വ്യക്തമാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. നേരത്തെ പറഞ്ഞിരുന്നത് ഈ ദുരന്തബാധിതപ്പെട്ട ലിസ്റ്റിൽപ്പെട്ട ആളുകൾ, അതായത് നേരത്തെ സർക്കാരിൻ്റെ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾക്കാണ് കോൺഗ്രസ് സംരക്ഷണം കൊടുക്കുന്നത്. ആ ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ 100 വീടുകൾ പ്രഖ്യാപിക്കുന്നത്, 100 വീടുകൾ നിർമ്മിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചത്. ഇനി UDFിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഉൾപ്പെടുന്ന UDFിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ ബാക്കിയുള്ള ആളുകളെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്തുമോ, അവർക്ക് ടൗൺഷിപ്പിൽ വീട് കിട്ടുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്.